ഇന്നലെ റോ എപ്പിസോഡിൽ CM Punk ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനായ ഗന്ധറിനെ ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന്. അപ്പോൾ ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് വരാണെങ്കിൽ അത് എന്നാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അതുപോലെ ഇപ്പോഴത്തെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സിനും ജേക്കബ് ഫർട്ടൂനും മാച്ച് വരാൻ സാധ്യതയുണ്ടോ എന്നും ഈ വീഡിയോയിൽ പറയാം. അതുകൂടാതെ സെത്ത് റോളൻസിന്റെ ഒരു ന്യൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് സെത്ത് റോളൻസ് ഇനി WWE വരുമ്പോൾ ഒരു വില്ലനായിട്ടാണ് വരാൻ പോകുന്നത് എന്ന്, അതായത് ഹീൽ ടേൺ ചെയ്തുകൊണ്ട്. അപ്പോൾ അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതെല്ലാം പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ചില ന്യൂസ് എല്ലാം പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റോ എപ്പിസോഡുകളിൽ ന്യൂഡേ ടീമിൽ ഇഞ്ചുറി സംഭവിച്ച ബിക്കിക്ക് പകരം മറ്റൊരു റെസ്ലറെ WWE ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒഡീസി ജോൺസിനെയാണ് ആഡ് ചെയ്തത്. അത്തരത്തിൽ സ്റ്റോറിയും മുന്നോട്ട് പോയി. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആക്റ്റീവ് റെസ്ലേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും ഈ ഒരു റെസ്ലറെ WWE റിമൂവ് ചെയ്തതായിട്ടാണ് നമ്മൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിമൂവ് ചെയ്തത് എന്നറിയില്ല. ഇനി റിലീസ് ചെയ്യുമോ എന്നും അറിയില്ല. ഈ ഒരു റെസ്ലറെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് റിമൂവ് ചെയ്തിട്ടുള്ളത് എന്ന് ആക്റ്റീവ് റെസ്ലേഴ്സിന്റെ ലിസ്റ്റിൽ നിന്നും. അപ്പോൾ ഈ അടുത്താണ് ഈ ഒരു റെസ്ലറെ കൊണ്ടുവന്ന് സ്റ്റോറി എല്ലാം കൊടുത്തത്. അപ്പോൾ തന്നെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില റൂമറിൽ പറയുന്നത് ഈ റെസ്ലറിന്റെ മൊത്തം ക്യാരക്ടർ അല്ലെങ്കിൽ പേരടക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റിമൂവ് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്തായാലും കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായിരിക്കും കാരണം എന്ന്. അടുത്തത് റിയ റിപ്ലി ഡൊമിനിക് മിസ്റ്റീരിയോ. ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വരുന്ന കാര്യത്തെപ്പറ്റി ഡൊമിനിക് മിസ്റ്റീരിയോട് ഇന്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ പറഞ്ഞിട്ടുള്ളത് ഈ മാച്ച് WWE നടത്താൻ ചാൻസ് വളരെയധികം കുറവാണ് എന്ന്. എന്നാൽ ഈ മാച്ച് നടക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നന്നായിരിക്കും എന്നാണ് ഡൊമിനിക് മിസ്റ്റീരിയോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൊമിനിക് പറഞ്ഞത് ശരിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശരിയാണ്. ഇവരുടെ സ്റ്റോറി ലൈൻ അതുപോലെയാണ് പോയിട്ടുള്ളത്. റിയ റിപ്ലി ഡൊമിനിക് മിസ്റ്റീരിയോ. അപ്പോൾ ഇവരുടെ മാച്ച് ഒരു വലിയ സ്പെഷ്യൽസിൽ വെച്ചാൽ ലൈവ് കാണുന്ന ഫാൻസ് എല്ലാം വേറെ ലെവലായിട്ട് സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള മാച്ചാണ് ഇത്. അപ്പോൾ സാധാരണ ഇങ്ങനെ മാച്ചൊക്കെ കുറവാണ്, മുൻപൊക്കെ നടന്നിരുന്നു. അതേപോലെ ഒരിക്കൽ കൂടി കൊണ്ടുവന്ന് ഇവർക്ക് മാച്ച് വെച്ചാൽ നല്ല സപ്പോർട്ട് കിട്ടും എന്നുള്ളത് 100% ഉറപ്പാണ്. നോക്കാം ഇങ്ങനെ മാച്ച് എങ്ങാനും വരുമോ എന്ന്. ഇനി ആദ്യം പറഞ്ഞ ന്യൂസ് എല്ലാം നോക്കാം. ഇതിൽ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻ കോഡി റോഡ്സിനെ പറ്റി പറയാം. അതായത് കോഡി റോഡ്സ് ബാഷ് ഇൻ ബെർലിനിൽ ചാമ്പ്യൻഷിപ്പ് ജയിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബാഷ് ഇൻ ബെർലിനിൽ ആര് ജയിച്ചാലും ആ ഒരു ചാമ്പ്യൻഷിപ്പ് സോളോ സിക്കാവ ചാലഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോളോ സിക്കാവ വന്നുകൊണ്ട് വീണ്ടും റെഡ് ലൈനിലേക്ക് ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചാൽ അതിന് ചാൻസ് വളരെ കുറവാണ്. അതായത് സോളോ സിക്കാവയുമായിട്ടുള്ള മാച്ച് ഏകദേശം 3 പ്രാവശ്യത്തോളം കോഡി റോഡ്സ് ചെയ്തിട്ടുണ്ട്. 3 മാച്ചും കോഡി റോഡ്സ് ആണ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും കോഡി റോഡ്സിനെ സോളോ സിക്കാവ അറ്റാക്ക് ചെയ്ത് ഇങ്ങനെ മാച്ച് വെച്ചാൽ സെറ്റ് ആവാൻ ചാൻസ് ഇല്ല. അതിന് പകരം ചിലപ്പോൾ ജേക്കബ് ഫർട്ടൂനെ ആ മാച്ചിൽ ആഡ് ചെയ്തേക്കാം. അതായത് അവസാന നിമിഷത്തിൽ സോളോ സിക്കാവയല്ല മത്സരിക്കാൻ പോകുന്നത് ജേക്കബ് ഫർട്ടൂ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ വേറെ ലെവലായിരിക്കും. കോഡി ഫോക്സ് ജേക്കബ് ഫർട്ടൂ മാച്ച് നമുക്ക് കാണാൻ സാധിക്കും. 2 പേരുടെയും നല്ല പെർഫോമൻസും കാണാൻ സാധിക്കും. പക്ഷേ മെയിനായിട്ടും സോളോ സിക്കാവ ചാലഞ്ച് ചെയ്യുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ജേക്കബ് ഫർട്ടൂ ആയിട്ട് മാച്ചിന് ഒരു ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അഥവാ ആ മാച്ച് നടക്കുകയാണെങ്കിൽ വേറെ ലെവലായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ സോളോയുടെ കൂടെ വീണ്ടും മാച്ച് വന്നാൽ അതിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇനി സെത്ത് റോളൻസിനെ പറ്റി നോക്കാം. സെത്ത് റോളൻസ് ഡാമിൻ പ്രീസ്റ്റുമായിട്ട് മണി ഇൻ ദി ബാങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ച് എല്ലാം ചെയ്ത് ആ മാച്ചിൽ തോറ്റ് പിന്നീട് സമ്മർ സ്ലാമിൽ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആയിട്ടെല്ലാം വന്ന് അവസാനം ബ്രോൺസൺ റീഡ് റോയിൽ വെച്ച് അറ്റാക്ക് ചെയ്ത് സെത്തിന് ഇഞ്ചുറി സംഭവിച്ച് സെത്ത് പോകുന്നതായിട്ടാണ് WWE കാണിച്ചത്. എന്നാൽ ഇതിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് സെത്ത് റെസൽമേനിയയിൽ മക്കൻഡയറിന്റെ കൂടെ തോറ്റതിന് ശേഷം പിന്നീട് റിട്ടേൺ ചെയ്യുമ്പോൾ ഹീൽ ടേൺ ചെയ്താണ് വരാ എന്ന് ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. അത് ഏകദേശം കൺഫേം പോലെയും വന്നു. എന്നാൽ മണി ഇൻ ദി ബാങ്ക് സമ്മർ സ്ലാം ടൈമിലൊക്കെ ഫേസ് ആയിട്ടാണ് വന്നത്. അതുപോലെ സെത്ത് വരുന്ന സമയത്ത് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് സെത്ത് വന്നതിന് ശേഷം ബ്രോൺസൺ റീഡിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബ്രോൺസൺ റീഡുമായിട്ട് ഒരു മാച്ച് ബ്രോൺസൺ റീഡിനെ സെത്ത് തോൽപ്പിച്ച് ബ്രോൺസൺ റീഡിൻ്റെ ആ ഒരു സുനാമി ഫിനിഷറിനെല്ലാം പ്രതികാരം ചെയ്യുന്നതായിട്ടാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നടക്കാൻ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇനി CM പങ്കിനെ പറ്റി പറയാം. CM പങ്ക് റോ എപ്പിസോഡിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗന്ധറിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് മാച്ച് എല്ലാം വരുന്നത് പോലെ കാണിച്ചുവെങ്കിലും ഡ്രൂ വന്നുകൊണ്ട് വീണ്ടും CM പങ്കിനെ അറ്റാക്ക് ചെയ്ത് CM പങ്കുമായിട്ടുള്ള സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു പോയി. ഇവർക്ക് ബാഡ് ബ്ലഡ് സ്പെഷ്യൽസിൽ ഒരു ഹെലിനസൽ മാച്ചാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മാച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മക്കൻടയർ CM പങ്ക് ഇവരുടെ സ്റ്റോറി മൊത്തത്തിൽ അവസാനിപ്പിക്കും. പിന്നീട് സർവൈവൽ സീരീസ് വാർ ഗെയിമിലാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട്
വേൾഡ് ചാമ്പ്യനായ ഗന്ധറിന്റെ കൂടെ CM പങ്ക് മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചിന്റെ അവസാനത്തിൽ CM പങ്ക് ചാമ്പ്യൻ ആകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് നമ്മളെല്ലാം പ്രതീക്ഷിക്കുക CM പങ്ക് മെക്കൻടയറിന്റെ നിറയെ അവസരങ്ങൾ കളഞ്ഞതുകൊണ്ട് മെക്കൻടയർ വന്ന് പ്രതികാരം ചെയ്തുകൊണ്ട് CM പങ്കിന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കില്ല എന്നായിരിക്കും. എന്നാൽ അതല്ല സംഭവിക്കാൻ പോകുന്നത്. ഞാൻ സെത്തിന്റെ ഹീൽ തന്നെ പറ്റി പറഞ്ഞു, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് ഈ മാച്ച് നടന്ന് ഗുന്തറിന് ബാക്ക് ടു ബാക്ക് ഗോട്ടുസ്ലി ഫിനിഷർ എല്ലാം കൊടുത്ത് CM പങ്ക് പിൻ ചെയ്യുമ്പോൾ സെത്ത് റോളൻസ് വന്നുകൊണ്ട് CM പങ്കിനെ റിങ്ങിന് പുറത്തേക്ക് വലിച്ചിട്ട് CM പങ്കിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. പിന്നീട് സെത്ത് CM പങ്ക് ഇവരുടെ റസൽമേനിയ 41ന്റെ പ്ലാനാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് കഴിഞ്ഞ സർവൈവൽ സീരീസ് വാർ ഗെയിമിലാണ് ഇവരുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്ത് റസൽമേനിയ മാച്ച് സെറ്റ് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ CM പങ്കിന് ഇഞ്ചുറി ആയതുകൊണ്ട് മാച്ചൊന്നും നടന്നില്ല. അപ്പോൾ അതേപോലെ ഈ സർവൈവൽ സീരീസിൽ നടത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ സെത്തിന്റെ ഹീൽ ടേൺ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ബ്രോൺസൺ റീഡിനോട് പ്രതികാരം ചെയ്യില്ല എന്ന്. പിന്നെ എന്തായാലും സെറ്റ് ഹീൽ ടേൺ ചെയ്യാനാണ് ചാൻസ്. കാരണം CM പങ്കുമായിട്ട് സ്റ്റോറി ചെയ്യുമ്പോൾ ഇവരിൽ ഒരാൾ വില്ലനായാൽ മാത്രമേ സ്റ്റോറി ലൈൻ വേറെ ലെവലാകൂ. രണ്ടുപേരും ഫേസ് ആയ ഒട്ടും സെറ്റ് ആവില്ല. അപ്പം മെക്കൻടയറും CM പങ്ക് അതിനുശേഷം ഹിറ്റടിക്കാൻ പോകുന്ന അടുത്ത പ്ലാൻ റെഡിയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.